സ്ഥലം ഏതാച്ചാ? നമ്മളെല്ലാം കുട്ടിക്കാലത്ത് ഇതുപോലത്തെ ഒരുപാടൊട്ട് തോന്നിയിട്ടുണ്ട്. ദൂരെ ഒരു സ്ഥലം കാണുമ്പോൾ അത് എവിടെയായിരിക്കും എന്നുള്ളൊരു തോന്നില്ലേ? സത്യത്തില് ഇപ്പോഴും ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇത് പൂവം എന്ന് പറഞ്ഞ സ്ഥലം, പടിയൂരിനടുത്ത് പൂവം എന്ന് പറഞ്ഞ സ്ഥലം, അതുപോലെ തന്നെ കുറച്ചപ്പുറം മാറ്റി പടിയൂര്, അതിന്റെ പ്രദേശങ്ങളാണ് നമ്മൾ എടക്കാനം കുന്നുമെന്നാണ് ഈ സ്ഥലം കണ്ടത്. അപ്പൊ നമ്മളെന്തായാലും ഡാം വഴിയാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പൊ ഡാമിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ സുരേട്ടന്റെ ഈ ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിക്കാണ്ട് പോക്കില്ല. നമ്മൾ മിക്കപ്പോഴും ഞാനും മക്കളും ഡാമിൽ വന്ന് വെറുതെ പട്ടം കറങ്ങി പോകുന്ന ഒരാൾക്കാരാണ്. അപ്പൊ ഡാം അവർക്കൊരു സ്ഥിരം കാഴ്ചയാണ്. എങ്കിലും ഈ ഒരു സ്ഥലം നമ്മൾ പല വഴി അതിലൂടെ പോയെങ്കിലും ഇറങ്ങിയിട്ട് ആ സ്ഥലമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അത് മക്കൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം വലിയ ആഗ്രഹത്തിലാണ് ഈ ഒരു ചെറിയ യാത്ര. ഇപ്പൊ മഴ കുറച്ച് മാറിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ പടിയൂരിനടുത്ത് പൂവെന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ ഉള്ളത്. അപ്പൊ നമ്മൾ മുകളിൽ നിന്ന് കണ്ട ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പഴശ്ശി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ സ്ഥലങ്ങൾ കംപ്ലീറ്റ് ഉള്ളത്. ബാക്കി സ്ഥലം പടിയൂർ പ്രദേശത്താണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പം പടിയൂരിനടുത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഇരിട്ടി തളിപ്പറമ്പ് റൂട്ടിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. പലപ്പോഴും നമ്മൾ ഇതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെയുണ്ട്. പക്ഷെ നമ്മൾ പൈസയൊക്കെ ചിലവാക്കി ഒരുപാട് ദൂരം പോകും. മക്കൾക്ക് നമ്മൾ ഞായറാഴ്ചകളിൽ ഫ്രീ ആയിരിക്കുമ്പോൾ വെറുതെ ഒന്ന് വണ്ടിയിലെടുത്ത് ഈ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ചില സമയത്ത് നമുക്ക് ഒരുപാട് പൈസ ഒന്നും വേണ്ട സന്തോഷിക്കാൻ, കുറച്ച് പൈസയൊക്കെ മതി. പക്ഷെ നമ്മൾ സമയം കണ്ടെത്തണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ അവരെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ, അത് കാണുമ്പോൾ നമുക്ക് ഏറ്റവും നമ്മൾ ജീവിക്കുന്ന തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അവരെ സന്തോഷം കാണുമ്പോൾ എന്താ പറയാ, നമ്മൾ ഒരുപാട് എവിടെയൊക്കെ നമ്മൾ പൈസ ചിലവാക്കുന്നുണ്ട്. പൈസ ഒന്നും ചിലവാക്കണ്ട, ഇത്തരം സന്തോഷങ്ങൾ കണ്ടേ ചെറിയ സമയം നമ്മൾ മാറ്റി വെച്ചാൽ മാത്രം മതി.